എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഇന്ന് ഒരു ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എന്താണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം കുറയ്ക്കുന്നത് മാത്രമല്ല, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ആരോഗ്യരംഗത്തും വെയ്റ്റ് ലോസ് ട്രെൻഡിലും ഇപ്പോൾ ഹിറ്റായിരിക്കുന്ന ഒരു സംഭവമാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 8 മണി വരെ ഭക്ഷണം കഴിക്കുക. അതിനുശേഷം രാത്രി 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ഫാസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? കൊഴുപ്പ് കത്തിക്കുകയാണോ ചെയ്യുക? ക്യാൻസറിനെ വരെ തടയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്താണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നാൽ ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. സ്പെസിഫിക്കായിട്ട് ഫുഡൊന്നും ഇത് പറയുന്നില്ല. പക്ഷേ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം കുറച്ച് മണിക്കൂറുകളുള്ള ഫാസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു, 8 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നു. അത് പിന്നെ കൂട്ടി 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നു, 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു. ബോഡി അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമുകൾ എന്ന് പറയുന്നത്. ഈ സമയങ്ങൾക്കിടയിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ഇത്രയധികം നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ, ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 0 തൊട്ട് 4 മണിക്കൂർ വരെ നമ്മൾ ഭക്ഷണം കഴിച്ച് 0 തൊട്ട് 4 മണിക്കൂർ വരെ, അതാണ് പോസ്റ്റ് മീൽ ഫേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഷുഗർ ആയിരിക്കും, ഗ്ലൂക്കോസ് ആയിരിക്കും എനർജി സോഴ്സ് ആയിട്ട് നമ്മുടെ ബോഡി ഉപയോഗിക്കുക. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ ലെവൽ ഭയങ്കരമായിട്ട് റൈസ് ആയിട്ടുണ്ടാകും. കാരണം നമ്മൾ കഴിച്ച ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ആവശ്യം വളരെയധികമാണ്. അതുകൊണ്ട് ഇൻസുലിൻ വളരെയധികം പീക്കാവുന്ന ഒരു സ്റ്റേജാണിത്. ഫാറ്റ് ബേണിംഗ് ഒന്നും ഈ സ്റ്റേജിൽ സംഭവിക്കുന്നില്ല. ഇനി 4 തൊട്ട് 12 മണിക്കൂറിലേക്ക് വരാൻ നേരത്ത് ഈ ഫേസിനെ നമ്മൾ ട്രാൻസിഷൻ ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് വേറെ ഫുഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷുഗർ കുറയാൻ തുടങ്ങും. ഷുഗർ കുറയാൻ തുടങ്ങുന്നത് പോലെ തന്നെ ഇൻസുലിൻ കുറയാൻ തുടങ്ങും. ബോഡിക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? നമ്മുടെ ലിവറിലും മസിലിനും ഒക്കെ സ്റ്റോർ ആയിട്ടുള്ള ഗ്ലൈക്കജൻ ആണ് നമ്മുടെ ബോഡി എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പുറത്തുനിന്ന് ഒരു എനർജി സോഴ്സ് കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ സ്റ്റോർ ആയിട്ടുള്ള ഇൻറ്റേർണൽ ബോഡി റിസർവ് തന്നെ നമ്മുടെ ശരീരം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇനി 12 തൊട്ട് 16 മണിക്കൂറിലേക്ക് വരാൻ നേരത്ത് ഇവിടെയാണ് ഫാറ്റ് ബേണിംഗ് തുടങ്ങുന്നത്. ഫാറ്റ് ബേണിംഗ് സംഭവിക്കുന്ന ഒരു ഫേസാണിത്. അതായത് ഗ്ലൈക്കജനും തീർന്നു തുടങ്ങുന്ന ഒരവസ്ഥ. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബോഡി ഉപയോഗിച്ച് തുടങ്ങുന്നു എനർജി സോഴ്സായിട്ട്. ഫാറ്റ് അപ്പോൾ എന്താവും? ഫാറ്റ് ഫ്രീ ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ ബ്രെയിനിനും മസിലിനും വേണ്ടി കീറ്റോൺസ് ഉപയോഗിക്കപ്പെടുന്നു. എനർജി സോഴ്സായിട്ട് കീറ്റോൺസ് ഉപയോഗിക്കപ്പെടുന്നു. ഇതേ ഫേസിൽ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ സെല്ലുലർ റിപ്പയർ തുടങ്ങുന്നത്. അതായത് ആവശ്യമില്ലാത്ത സെൽസിനെയൊക്കെ തുടച്ചു കളയുന്ന ഒരു രീതി നമ്മുടെ ശരീരം ആരംഭിക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഇനി 16 തൊട്ട് 24 മണിക്കൂറിലേക്ക് വരാൻ നേരത്ത് ഇതിനെയാണ് നമ്മൾ ഡീപ്പ് ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 16 തൊട്ട് 24 മണിക്കൂർ ആകാൻ പോകുന്നു. ഇപ്പോൾ നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റ് മാത്രമാണ്. നമ്മുടെ ലിവർ ഒരുപാട് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിനും മസിലിനും വേണ്ടി ലിവർ ഒരുപാട് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓട്ടോഫാജി എന്ന ഒരു പ്രൊസീജിയർ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഇപ്പോഴാണ്. അതായത് നമ്മുടെ ബോഡി തന്നെ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെയും ഡാമേജ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയൊക്കെ തുടച്ചു മാറ്റുന്ന ഒരു രീതി ഇവിടെ അതിൻ്റെ പീക്ക് ലെവലിൽ നടക്കുന്ന ഒരു സ്റ്റേജാണിത്. നമ്മൾ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ മസിലൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 24 മണിക്കൂറും കഴിഞ്ഞ് 48 മണിക്കൂറും കഴിഞ്ഞ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഷുഗറില്ല, ഗ്ലൈക്കജൻ ഇല്ല. നമ്മുടെ ബോഡിയുടെ പ്രധാനമായിട്ടുള്ള സോഴ്സ് ഫാറ്റ് മാത്രമാണിപ്പോൾ. ഭയങ്കരമായിട്ടുള്ള കീറ്റോസിസ് എന്ന ഒരു സംഭവ വികാസം നമ്മുടെ ബോഡിയിൽ നടക്കുന്നു. അതായത് നമ്മുടെ ലിവർ ഒരുപാട് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിന് വേണ്ടിയും
അതുപോലെ മസിൽസിന് വേണ്ടിയും കീറ്റോൺ ബോഡീസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രെയിൻ 70% കീറ്റോൺ ബോഡീസിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ വിശപ്പ് ക്രമാതീതമായിട്ട് കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ 5 തൊട്ട് 10 ഇരട്ടി വരെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥാന്തരം ഉണ്ടാകുന്നു. അതെന്താണ് ചെയ്യുക? നമ്മുടെ മസിൽ സെൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും കോശ പുനരുദ്ധാരണം നടത്തുകയും ചെയ്യുന്നു. കോശ ശുദ്ധീകരണം എന്ന് നമ്മൾ പറയും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോഫാജി, കേടായ സെൽസിനെയൊക്കെ നമ്മുടെ ശരീരം തുടച്ചു നീക്കി പുതിയ പ്രോട്ടീനുകളെ വച്ച് കോശങ്ങൾ പുനർനിർമ്മിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഭാവിയിൽ പാർക്കിൻസൺസ്, അൾഷിമേഴ്സ് പോലുള്ള അവസ്ഥകൾ ഇത് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. 78 മണിക്കൂറിന് ശേഷം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പുനരുദ്ധാരണം നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് തുടച്ചു നീക്കപ്പെടുകയും പുതിയ സെൽസ് ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുകയും ചെയ്യുന്നു. ഇൻസുലിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡയബറ്റീസിനും മെറ്റബോളിക് സിൻഡ്രത്തിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക്കുകൾ എന്ന് നമുക്ക് നോക്കാം. 72 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 72 മണിക്കൂറിന് ശേഷം നമ്മുടെ മസിൽസൊക്കെ നശിക്കാൻ തുടങ്ങുകയാണ്. മസിൽസൊക്കെ അട്രോഫി ആവാൻ തുടങ്ങുകയാണ്. പിന്നെ ഷുഗറില്ല, ഇൻസുലിൻ ഇല്ല, ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹൈപ്പോഗ്ലൈസീമിയ കാരണം മസ്തിഷ്ക മരണം വരെ സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ് 72 മണിക്കൂറിന് ശേഷം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ കുറവുകൾ, അതായത് പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം പോലുള്ള നമ്മുടെ ശരീരത്തിലെ പ്രധാന ഇലക്ട്രോലൈറ്റ്സിൻ്റെ കുറവും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസിനസ് പോലുള്ള അവസ്ഥകൾ, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഫറ്റീഗ് പോലുള്ള അവസ്ഥകൾ, അതിനേക്കാൾ ഗുരുതരമായ ഒരു അവസ്ഥയാണ് റീഫീഡിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് റീഫീഡിംഗ് സിൻഡ്രോം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മുടെ ഇൻസുലിൻ ലെവൽ വളരെ കുറഞ്ഞ ഒരവസ്ഥയിലാണ്. നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസുലിൻ ലെവൽ വേഗം സ്പൈക്ക് ചെയ്യുകയും നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് സെൽസിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോസ്ഫറസും കാൽഷ്യവും പൊട്ടാസ്യവും സെൽസിൻ്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പ്ലാസ്മ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലെവൽ വളരെ കുറഞ്ഞ ഒരു സ്റ്റേജിലായിരിക്കും കാണപ്പെടുക. ഇലക്ട്രോലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്കും നയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒരു ബ്രെയിൻ ഫോഗിങ് ആയിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഡിസിനസ്, തലകറങ്ങി വീഴുന്നൊരവസ്ഥ. ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസൊക്കെ ഫറ്റീഗായിട്ട് ടയേർഡായിട്ടുള്ളൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, കൂടിയ സ്റ്റേജിലാണെങ്കിൽ വെന്റിലേറ്റർ സഹായം വരെ തേടേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഹാർട്ടിലേക്ക് വരാൻ നേരത്ത് ഹൈപ്പോകലീമിയ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പൊട്ടാസ്യത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എറിത്തിമിയാസ്, നമ്മുടെ ഹാർട്ട് റിതത്തിൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥയിലേക്കും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓരോ ഇലക്ട്രോലൈറ്റ്സ് കുറയുമ്പോഴും നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അനുയോജ്യമായത് എന്ന് നമുക്ക് നോക്കാം. പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർ, PCOS ഉള്ളവർ, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ വൈദ്യപരമായി നിയന്ത്രണം വേണ്ടവർക്കും ഇത് അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ആർക്കാണ് അനുയോജ്യമല്ലാത്തത്? ഓൾറെഡി മാൽന്യൂട്രീഷൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, വെയിറ്റ് കുറഞ്ഞ് മാൽന്യൂട്രീഷൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഇത്. രണ്ടാമത്, പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തെങ്കിലും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഷുഗറിന് വേണ്ടി ഇൻസുലിൻ എടുക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ആർക്കാണ് ഇത് അനുയോജ്യമായിട്ടുള്ളതെന്നും ആരൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ റീഫീഡിംഗ് സിൻഡ്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും. ഭക്ഷണം കുറയ്ക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ ഭക്ഷണം ആരംഭിക്കണം എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് ആരംഭിക്കാതെ വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് കലോറീസ് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിൽ കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല മോണിറ്ററിങ്ങോടെ കുറച്ചളവിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗ്രാജുവലി ഭക്ഷണത്തിൻ്റെ അളവും കലോറീസും കൂട്ടുന്ന ഒരു ശൈലിയാണ് നമ്മൾ പിന്തുടരേണ്ടത്. 72 മണിക്കൂറിന് മുകളിലുള്ള ഒരു ഫാസ്റ്റിംഗ് നമ്മുടെ മസിൽ സെൽസിനെ ഡാമേജ് ചെയ്യും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. 5 ദിവസം കഴിഞ്ഞുള്ള ഒരു ഫാസ്റ്റിംഗ് ഒരിക്കലും മെഡിക്കലി റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഭക്ഷണത്തിനിടയിലെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ പുനർനിർമ്മാണം ചെയ്യാൻ വരെ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ ഓരോ ഇൻഡിവിജ്വൽസിനുള്ള സമയപരിധിയും ഭക്ഷണത്തിനുള്ള മാതൃകയും എല്ലാം ഡിഫറൻ്റ് ആണ്.
ആരോഗ്യപരമായി നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിൻ്റെ സഹായം തേടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഉപവാസം ചെയ്യണം എന്ന് പറയുന്ന, വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആരോഗ്യപരമായ പുതിയ വീഡിയോസ് ഇനിയും കാണാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ആരോഗ്യമുള്ള ഒരു പുതിയ വിഷയവുമായി. താങ്ക് യു സോ മച്ച്.